പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഗൗരവത്തിൽ കാണുക, ആ പ്രാധാന്യത്തിലെടുക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. തഖ്വയുള്ളവരായി നിലകൊള്ളുക എന്നുള്ളത്, ആ തഖ്വ ബോധം ജീവിതത്തിൽ എപ്പോഴും എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടുകൂടി പാലിക്കണം എന്ന്, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അതായത് മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, നമ്മൾ റജബ് മാസത്തിൻ്റെ അവസാനത്തിലാണുള്ളത്. ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. റജബുമായി ബന്ധപ്പെട്ട് കുറേ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മുസ്ലിം സമുദായത്തിനുണ്ട്. അതൊന്നും 100% തിരുത്തുക എന്നുള്ളത് നമ്മളെ കൊണ്ടൊന്നും കഴിയുന്ന കാര്യമല്ല. പക്ഷേ റജബ് മാസത്തിൽ സാധാരണയായി വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രചാരം നേടിയിട്ടുള്ള, ഞാനീ പറയാൻ പോകുന്ന കാര്യത്തിൽ പോലും മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും പ്രചാരം നേടിയ ഒന്നാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും പിന്നെ ഇസ്രാ മിഅറാജ് എന്ന് പറയുന്ന സംഭവം, അത് റജബിലാണെന്ന് കുറേ ആളുകൾ വിശ്വസിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ ധരിച്ചു വരുന്നു. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പിന്നെ നബിയുടെ ഹിജറ ഉണ്ടല്ലോ, ഹിജറ മുഹറം മാസത്തിലാണെന്നൊക്കെയാണ് പ്രധാനമായും അങ്ങനെ വിശ്വസിച്ച് വരുന്നത്. പക്ഷേ ഹിജറയുടെ തുടക്കം മാത്രമേ, ഒരുക്കങ്ങൾ മാത്രമേ മുഹറത്തിലുണ്ടായിട്ടുള്ളൂ. മുഹറം കഴിഞ്ഞ് സഫറും കഴിയാൻ നേരത്താണ് ഹിജറ ആരംഭിക്കുന്നത്. റബീഉൽ അവ്വലിലാണ് അതിൻ്റെ സിംഹഭാഗവും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രചാരം നേടിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ സമയത്ത് അത് പറയുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടും എന്നതൊരു പ്രധാന കാര്യമാണ്. ഏതായാലും ഇസ്രാ മിഅറാജ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മാസം ഏതുമാകട്ടെ, ഇസ്രാ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒന്നാണ്. മിഅറാജിലും അതുമായി ബന്ധപ്പെട്ട സൂചനകളുണ്ട്. ഹദീസുകളിൽ ധാരാളം മിഅറാജിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. ആ മിഅറാജിനെ നമ്മൾ പറയാറും ഓർക്കാറുമുണ്ട്. ആ മിഅറാജിൻ്റെ യാത്രയിൽ, അല്ലെങ്കിൽ ഇസ്രാ മിഅറാജിൻ്റെ യാത്രയിൽ നമുക്ക് ലഭിച്ച, മുസ്ലിം ഉമ്മത്തിന് ലഭിച്ച വലിയൊരു തുഹ്ഫ, ഒരു സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും, നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്താണ് ഇസ്രാ, എന്താണ് മിഅറാജ് എന്ന് നമുക്കെല്ലാം അറിയുമെങ്കിലും പുതിയ തലമുറ കൃത്യമായി അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പഴയ തലമുറ ഓർമ്മകൾ വീണ്ടും പുതുക്കേണ്ടതുണ്ട്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള യാത്ര എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാപ്രയാണം, രാത്രിയിൽ സഞ്ചരിക്കുന്നതിനാണ് സാധാരണ ഭാഷയിൽ ഇസ്രാ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സാങ്കേതിക അർത്ഥത്തിൽ മതപരമായി ഇസ്രാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു രാത്രിയിലെ യാത്രയല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഫലസ്തീനിലെ പള്ളിയിലേക്ക് ഒരു രാത്രിയുടെ ഏതാനും ചില സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയതിനെയാണ് ഇസ്രാ എന്ന് പറയുക. അവിടെ നിന്ന് അങ്ങോട്ട് ആകാശ ആരോഹണമുണ്ടായിട്ടുണ്ട്. 7 ആകാശങ്ങളും കടന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിട്ടുണ്ട്. അതിനെയാണ് മിഅറാജ് എന്ന് പറയുക. ഇത് രണ്ടും ഒരു രാത്രിയിലാണ്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ, ആ സൂറത്തുൽ ഇസ്രായിൽ അതിൻ്റെ 1-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി
ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഒരു രാത്രിയിൽ സുബ്ഹാന, അവനെത്ര പരിശുദ്ധനാണ്. ചില ആളുകൾ പറഞ്ഞു ഇതൊരു സ്വപ്നമായിരുന്നു എന്ന്. ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഈ യാത്ര യഥാർത്ഥത്തിൽ ഉണ്ടായതല്ല, റസൂലിന് ഒരു സ്വപ്നത്തിൽ സംഭവിച്ചതാണ് എന്ന്. പക്ഷേ അതിന് ശക്തമായി പണ്ഡിതന്മാർ ഖണ്ഡിച്ചു. ഒരു സ്വപ്നമായിരുന്നെങ്കിൽ സുബ്ഹാന എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതില്ലായിരുന്നു. സുബ്ഹാന എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ, അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ ഈ കാര്യം പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാന അല്ലദി, അവൻ എത്ര പരിശുദ്ധനാണ്. ഇത്രയും അത്ഭുതകരമായ ഒരു കാര്യം സംഭവിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അസ്റാ, അവൻ രാത്രി, അസ്റാ അവൻ കൊണ്ടുപോയി, രാത്രിയിൽ കൊണ്ടുപോയി, ബി അബ്ദിഹി, അവന്റെ അടിമയെ, അവന്റെ ദാസനെ, അതായത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയിൽ കൊണ്ടുപോയി. ലൈലൻ, രാത്രിയുടെ ചില സമയങ്ങളിൽ, രാത്രി മുഴുവനുമില്ല. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയി, ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ഇത് പറയുന്നത് ഖുർആനാണ്. ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ 1-ാമത്തെ ആയത്ത്. ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ബുറാഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാഹനം. ബുറാഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാഹനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, അക്കാലത്ത് കുതിരപ്പുറത്ത് പോലും അക്കാലത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ 1 മാസത്തിലധികം, 1.5 മാസമൊക്കെ ദൈർഘ്യമുള്ള, യാത്രാദൈർഘ്യമുള്ള, എത്തിപ്പെടാൻ വലിയ പ്രയാസമുള്ള ഒരു നാടാണ് ഫലസ്തീൻ. മസ്ജിദുൽ അഖ്സ, അവിടേക്കാണ് ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അഷ്റഫുൽ ഖൽഖിനെ ജിബ്രീൽ അലൈഹിസ്സലാം, മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത്. എന്തിനാണ് കൊണ്ടുപോയത് എന്നുള്ള പറയുന്നുണ്ട്. ആ പള്ളിയെ സംബന്ധിച്ചും പറയുന്നുണ്ട്, അല്ലദീ ബാറകനാ ഹൗല, ആ പള്ളിക്ക് ചുറ്റും നാം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഭൗതികമായതും ആത്മീയവുമായ ബറക്കത്തുകൾ ആ പള്ളിക്കുണ്ട്. ആ പള്ളി പിന്നെ അള്ളാഹുവിൻ്റെ ഭൗതികമായ പല അനുഗ്രഹങ്ങൾ കൊണ്ട് ബറക്കത്ത് ചെയ്യപ്പെട്ട പള്ളിയാണ്. എന്നു മാത്രമല്ല, ആ പള്ളി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച പള്ളിയാണ്. ആ പള്ളിക്ക് ചുറ്റും ധാരാളം മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റിട്ടുണ്ട്. ഒട്ടനേകം പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ പള്ളിക്ക് ചുറ്റുമാണ്. സുലൈമാൻ അലൈഹിസ്സലാം അടക്കമുള്ള ധാരാളം പ്രവാചകന്മാർ. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയാണ് മസ്ജിദുൽ അഖ്സ എന്ന്, അഖ്സയുടെ ഭൂമി. ആ പള്ളിക്ക് ചുറ്റും നാം അനുഗ്രഹം ചൊരിഞ്ഞു. അങ്ങനെയുള്ള ഒരു പള്ളിയിലേക്ക് നാം കൊണ്ടുപോയി പ്രവാചകനെ. എന്തിനാ കൊണ്ടുപോയത്? ലിനുരിയഹു, പ്രവാചകന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിന്നായാതിന, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. നമുക്കറിയാം ഇത് സംഭവിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ദുഃഖിച്ച ഒരു ഘട്ടത്തിലാണ്. ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു വർഷം റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദുഃഖവർഷം എന്നാണ്. റസൂൽ ഏറെ ദുഃഖിച്ച വർഷമാണ്. കാരണം റസൂലിന്റെ വലം കൈകളായിരുന്ന മഹദിയായ ഖദീജ ബീവിയും, അതുപോലെ റസൂലിന് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന എളാപ്പയായ അബൂ ത്വാലിബും മരണപ്പെട്ട വർഷമാണ് ആമുൽ ഹുസ്ൻ. അങ്ങനെ റസൂലിന്റെ 2 കൈയും നഷ്ടപ്പെട്ടതുപോലെ, വലത്തും ഇടത്തും നഷ്ടപ്പെട്ടതുപോലെ, റസൂലിനെ സാമ്പത്തികമായും ഒക്കെ സഹായിച്ചത് ഖദീജ ബീവി എന്ന് പറയുന്ന റസൂലിന്റെ പത്നിയാണ്. ആ ഖദീജ ബീവിയാണ് റസൂൽ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് ഓടിത്തളർന്ന് വീട്ടിലെത്തിയപ്പോ സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി, സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടി എന്ന് പറഞ്ഞ ആ ഖദീജ ബീവി ഉണ്ടല്ലോ, റസൂലിനെ ഏറെ സമാശ്വസിപ്പിച്ച ഖദീജ ബീവി, റസൂലിന് താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി. ആ ഖദീജ ബീവി മരണപ്പെടുന്നത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. അതുപോലെ മറ്റൊരു താങ്ങായിരുന്നു റസൂലിന്റെ എളാപ്പ. റസൂലിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും റസൂലിന് ഭൗതികമായ എല്ലാ താങ്ങും തണലും നൽകിയിരുന്ന റസൂലിന്റെ എളാപ്പയായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബിന്റെ വാപ്പ, മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ പിതാവ്, മഹാനായ
ഈ സഹാബികളുടെ പിതാവായ അബീ ത്വാലിബ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനും റസൂലിന് ഏറെ താങ്ങായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണവും ഉണ്ടായത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. അങ്ങനെ നബി ഏറെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആ ഘട്ടത്തിലാണ് കൂടുതൽ വൈകാതെ റസൂലിനെ അള്ളാഹ് കൊണ്ടുപോകുന്നത്. നബിയെ അങ്ങ് പോരൂ, ഞാൻ അങ്ങയെ കൊണ്ടുപോകാം, ചില കാഴ്ചകൾ കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ടൂറായിരുന്നു എന്ന്. ഒരർത്ഥത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ടൂറായിരുന്നു, ചില കാഴ്ചകൾ. ഈ വിഷമങ്ങ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊക്കെ റസൂലിന് ഒരു ആശ്വാസമായി ചില കാഴ്ചകളിൽ നമ്മുടെ ചില കാഴ്ചകൾ പ്രവാചകനെ കാണിക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, ആ അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനെ കൊണ്ടുപോയതാണ്. ആ യാത്രയാണ് മുഅ്മിനീങ്ങളെ, ആ യാത്രയെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. അഥവാ മക്കത്തെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ ഹറാം വരെ ബുറാഖ് എന്ന പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു വാഹനത്തിലുള്ള യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. ആ പള്ളിയിൽ അത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാ വ കലിമത്തുല്ലാ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഒരുമിച്ച് കൂടി. ഹദീസുകളിലുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും സമ്മേളിച്ചു. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി അസ്റഫുൽ ഖൽഖ് ഇമാമത്ത് നിർവഹിച്ചു. അതിന്റെ ശേഷം അവിടെ നിന്ന് പിന്നീട് ആ ബുറാഖ് എന്ന വാഹനത്തെ മാറ്റി നിർത്തപ്പെടുകയാണ്, അതിനെ കെട്ടിയിടുകയാണ്. പിന്നെ ബുറാഖില്ല. ഹദീസുകളിൽ കാണാം സുമ്മ ഉരിജ ബി, പിന്നെ എന്നെ അങ്ങ് കോണി കയറ്റപ്പെട്ടു, ഏണി കയറ്റപ്പെട്ടു. നമുക്കറിയില്ല ഏണി എന്താണെന്ന്. എന്നെ ജിബ്രീലിന്റെ ചിറകിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഏഴാകാശം കടന്ന് അർഷും കുർഷും ലൗഹുൽ മഹ്ഫൂദും സിദ്റത്തുൽ മുൻതഹായും കടന്ന് അസ്റഫുൽ ഖൽഖിനെ കൊണ്ടുപോവുകയാണ് ജിബ്രീൽ. ഒരറ്റം വരെ ജിബ്രീലിന് പ്രവേശനമുണ്ടായുള്ളൂ. അതൊക്കെ ചരിത്രമാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ സിദ്റത്തുൽ അവിടെ എത്തി, റസൂല് കൊണ്ടുപോയി. ചില ആളുകൾക്കൊക്കെ ചില സംശയങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടാവോ ഒരു രാത്രിയിൽ, ഏതാനും മണിക്കൂറിൽ? ഇതൊക്കെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. റസൂല് പറഞ്ഞത് മുഴുവനും വിശ്വസിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് ടെക്നോളജി ഉണ്ട്, നമുക്ക് സയൻസ് ഉണ്ട്, പറഞ്ഞു തരാൻ ആളുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു യാത്ര നടത്തിയ സംഭവം മുശ്രിക്കുകൾ വന്നുകൊണ്ട്, സത്യനിഷേധികൾ വന്നുകൊണ്ട് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, അബൂബക്കറെ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ എൻ്റെ ഈ കൂടല്, നിന്റെ ഈ വിശ്വാസം? ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇന്നഹു മജ്നൂൻ, ഭ്രാന്തായിരുന്നു, തലക്ക് സുഖല്ല, മഅദല്ലാ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ, ഇപ്പൊ നീയും കേട്ടതല്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുക, എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ആമൻതു, ഞാനത് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയത്. അതാണ് വിശ്വാസം. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സത്യസന്ധൻ. റസൂല് പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി, പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞാൽ അത് റസൂലാണ്, അൽ അമീനാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇനി സയൻസ് പറയേണ്ടതുണ്ടെങ്കിൽ, വല്ല നിഷേധികളും ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടതുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാ കൊണ്ടുപോയത് റസൂലിനെ? റസൂലിനെ കൊണ്ടുപോയത് റസൂൽ ഒറ്റക്ക് പോയതല്ല, ജിബ്രീൽ കൊണ്ടുപോയി. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ മലക്കാണ്. മലക്കിനെ എന്തുകൊണ്ടാ സൃഷ്ടിച്ചത്? പ്രകാശം കൊണ്ടാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വരെ സഞ്ചരിക്കാം എന്ന് പറയുന്നത് സയൻസാണ്. എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന സമയം, അലിഫ് എന്ന് പറയുന്ന സമയം, ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 3 വട്ടം സഞ്ചരിക്കാം പ്രകാശത്തിന് എന്ന് ആധുനിക സയൻസ് പറയുമ്പോൾ, 1 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കാം? 1 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കാം? ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതെത്ര മിനിറ്റുകളാണ്? അപ്പൊ എത്ര കിലോമീറ്ററുകളാണ്? മുഖറബുൽ അംലാക്ക് എന്ന് പറയുന്ന മലക്കുകളിൽ ശ്രേഷ്ഠനായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി. ഞാനിത് പറഞ്ഞത് മുഅ്മിനീങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. അല്ലേ? ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അസ്രായില് മലക്കുൽ മൗത്ത് പിന്നെ പെട്ടെന്ന് ഇന്ത്യയിലെത്തി റൂഹിനെ പിടിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ.
അത് മലക്കാണ്. ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു സെക്കൻഡിന്റെ 1/3 മതി ഈ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മലക്കിന് സഞ്ചരിക്കാമെന്ന് ആധുനിക സയൻസ് പോലും അടിവരയിട്ടതാണെങ്കിൽ അന്നേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞത് റസൂലാണ്, ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ കിട്ടിയ സ്ഥാനപ്പേരാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. റസൂല് വിളിച്ചതാ, താങ്കൾ സിദ്ദീഖാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അബ്ദുൽ കഅബ എന്നായിരുന്നു. കഅബയുടെ അടിമ, കഅബയുടെ ദാസൻ. ചില പേരുകൾ നമുക്ക് കൊള്ളൂല, എല്ലാ പേരുകളും മാറ്റേണ്ടതില്ല, അപകടകരമായ പേരുകൾ മാറ്റണം. അതുകൊണ്ട് റസൂല് പറഞ്ഞു, താങ്കൾ അബ്ദുൽ കഅബയല്ല, താങ്കൾ അബ്ദുള്ളയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇസ്ലാമികമായ ആവേശം കണ്ടപ്പോ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു സ്ഥാനപ്പേര് അബൂബക്കർ. ബക്കർ എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാ കാര്യത്തിലും മുന്നില്, മൂപ്പര് എല്ലാത്തിലും ഫസ്റ്റിലാണ്, ആദ്യത്തിലാണ് എന്ന അർത്ഥത്തിൽ അബൂബക്കർ എന്ന സ്ഥാനപ്പേര് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ തങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതാണ് മിഅ്റാജ് യാത്ര. ആ മിഅ്റാജിന്റെ യാത്രയിൽ ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഓരോ ആകാശത്തിലും അള്ളാഹുവിന്റെ റസൂല് ഓരോ നബിമാരെ കണ്ടുമുട്ടുന്നു. ആദം നബിയെ, ഐസാ നബിയെ, ഇദ്രീസ് നബിയെ, ഇബ്രാഹിം നബിയെ, മൂസാ നബിയെ, ഇങ്ങനെ പല പ്രവാചകന്മാരുമായും അള്ളാഹുവിന്റെ റസൂല് സംവദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് സമ്മാനം കിട്ടി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ആ സമ്മാനം 5 നേരത്തെ നിസ്കാരം. അതാണ് ഈ ഖുതുബയുടെ മറ്റൊരു പാർട്ടായി മിഅ്റാജുമായി ബന്ധപ്പെടുത്തി എന്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹ് കൊടുത്തതാ 50 വഖത്ത് നിസ്കാരമാണ് നൽകിയത്. കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ചില ആളുകളൊക്കെ പറയുമല്ലോ, പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാം. അതാര് പറഞ്ഞാലും, ഏത് വലിയ തലേകെട്ടുകാരൻ തൊപ്പിക്കാരൻ പറഞ്ഞാലും അത് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച ദീനല്ല, ഇബ്രാഹിം നബിയുടെ ദീനല്ല, ഈസാ നബിയുടെ ദീനല്ല, മൂസാ നബിയുടെ ദീനല്ല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നതിന് ചില ആളുകളെങ്കിലും ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ചില തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു തെളിവാണ് അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 50 വഖത്ത് നിസ്കാരം കൊടുത്തില്ലേ? എന്നിട്ട് എന്തുണ്ടായി? മൂസാ നബി അല്ലേ സഹായിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. മൂസാ നബി അല്ലേ സഹായിച്ചത് എന്ന് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നേരെ മറിച്ചാണ്. മൂസാ നബി അലൈഹിസ്സലാം അസ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞത് എന്താ? അസ്റഫുൽ ഖൽക്ക്, നീ പോയിക്കോ നാട്ടിലേക്ക്, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്നല്ലല്ലോ, നീ പോയി റബ്ബിനോട് പറയൂ എന്നാണ്. അങ്ങനെ 9 തവണയാണ് മൂസാ അലൈഹിസ്സലാം പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണ് 50 45 എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതുകൊണ്ട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്ക് വലുത് ദീനാണ്, മുത്തറസൂലിന്റെ ദീനാണ്, സഹാബാ കിറാം പഠിപ്പിച്ച ദീനാണ്. ഏതായാലും ആ യാത്രയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമ്മാനം തന്നു, 50 വഖത്ത് നിസ്കാരം. പിന്നീട് അത് 5 വഖത്തായി ചുരുക്കപ്പെട്ടു. ആ 5 വഖത്തിന് 50 വഖത്തിന്റെ പ്രതിഫലമാണെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ സമ്മാനം നമ്മൾ ആരും കൈയൊഴിഞ്ഞുകൂടാ. ആ സമ്മാനം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ്, ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട തൂണാണ് മുഅ്മിനീങ്ങളെ നിസ്കാരം. ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ, നിസ്കാരത്തെ ആരെങ്കിലും നിലനിർത്തിയാൽ, അതിനെ നേരെ ചൊവ്വ നിർവഹിച്ചാൽ, 5 വഖത്തും സമയബന്ധിതമായി, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം സമയം നിർണയിക്കപ്പെട്ടതാണ്. ആ സമയങ്ങളിൽ നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചാൽ ഫഖദ് അഖാമദ്ദീൻ, അവൻ ദീനിനെ നിലനിർത്തിയവനായി. പറയുന്നത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിച്ചാൽ അവൻ ദീനിനെ നിലനിർത്തിയവനായി. വമൻ തറക്കഹാ, എന്നാൽ നിസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാലോ, നിസ്കാരം ആരെങ്കിലും തർക്ക് ചെയ്താൽ, ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പൊളിച്ചവരാണ്. അവനിനെ അബൂബക്കർ എന്നോ ഉമർ എന്നോ ഉസ്മാൻ എന്നോ അലി എന്നോ മുഹിയുദ്ദീൻ എന്നോ ഖാജ ശൈഖ് എന്നോ മുഈനുദ്ദീൻ എന്നോ
ഹജ ഷെയ്ഖല്ല മുഈനുദ്ദീൻ എന്നോ. ഷെയ്ഖന്മാരൊക്കെ നമുക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവരാണ്, റബ്ബിന്റെ മഹാരഥന്മാരാണ്. ഞാൻ പറഞ്ഞത് ആ മഹാന്മാരുടെ പേരിട്ടിട്ടാണെങ്കിൽ പോലും നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പൊളിച്ചവനാണ്, അവൻ ദീനിനെ തകർത്തവനാണ്, അവൻ ദീനിനെ നശിപ്പിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാരോട് ഇഷ്ടമുണ്ടെങ്കിൽ, റസൂലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, സഹാബ കിറാമിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, മിഅ്റാജിന്റെ ഘട്ടങ്ങളിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ ആദ്യമേ ചിന്തിക്കുക, ഈ യാത്രയിൽ, അത് ഏതു മാസത്തിലാകട്ടെ, ഈ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനം നിസ്കാരമാണ്. അതൊരു മുസ്ലിമിന്റെ തിരിച്ചറിയൽ കാർഡാണ്, ഐഡന്റിറ്റി കാർഡാണ്, തിരിച്ചറിയൽ രേഖമാണ്. ഒരാൾ മുസ്ലിമാണോ അയാൾ നിസ്കരിച്ചിരിക്കും, ഒരാൾ മുസ്ലിമാണോ അയാൾ നിസ്കരിച്ചിരിക്കും. നിസ്കാരമില്ലയോ ഇസ്ലാമുമായിട്ട് ആൾക്ക് ബന്ധമില്ല എന്നത് ഇനി എന്താ പറയുക, അങ്ങനെ വളച്ചൊടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കണം. സ്വർഗനരകക്കാരുടെ സംഭാഷണത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് മുദ്ദസിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നരകക്കാരെ കാണുമ്പോൾ സ്വർഗക്കാരി ചോദിക്കും, മാ സലകകും ഫീ സഖർ, സുഹൃത്തുക്കളെ നിങ്ങൾ എങ്ങനെയാണ് ഈ നരകത്തിൽ എത്തിപ്പെട്ടത്? മാ സലകകും ഫീ സഖർ, ഈ ഭയാനകമായ നരകത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? ഖാലൂ, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. ഒന്നാമത്തെ മറുപടി അതാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ വസ്സാലി ഇമാം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ഖുർആനോ ഹദീസൊന്നുമല്ല, പണ്ഡിതന്മാർ അവർ മഹത്തുക്കളാണ്, അവരുടെ വാക്കിന് വിലയുണ്ട്. വസ്സാലി ഇമാം പറഞ്ഞു, നിങ്ങൾ ഒരു പട്ടിയെ കണ്ടാൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല, ഒരു പുലിയെ കണ്ടാൽ റബ്ബേ എന്നെ ഒരു പുലിയാക്കിയില്ലല്ലോ, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഒരു പൂച്ചയെ കണ്ടാൽ റബ്ബേ എന്നെ ഒരു പൂച്ചയാക്കി സൃഷ്ടിച്ചില്ലല്ലോ, അള്ളാഹ്ക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഒരു വസ്തുവിനെ കണ്ടാലും ചെയ്യേണ്ടതില്ല. പക്ഷേ ഒരു താരിഖു സ്വലാത്തിനെ കണ്ടാൽ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യരെ കണ്ടാൽ നിങ്ങൾ ഉടനെ സുജൂദിൽ വീണോ, ശുക്റിന്റെ സുജൂദ് ചെയ്തു, റബ്ബേ എന്നെ നീ ഒരു താരിഖു സ്വലാത്താക്കിയില്ലല്ലോ, അൽഹംദുലില്ലാഹ്, താരിഖു സ്വലാത്താക്കിയില്ലല്ലോ. എത്രയോ സംഭവങ്ങൾ മഹാന്മാരുടെ കിതാബുകളിൽ നിസ്കാരത്തിന്റെ ആ സൂക്ഷ്മതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, അസ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ. ഇതൊക്കെ മഹത്തുക്കൾ പറഞ്ഞതാ. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ്, ആകാശ ആരോഹണമാണ്, അള്ളാഹുലേക്കുള്ള കയറിപ്പോക്കാണ് നിസ്കാരം. പള്ളി മിനാരങ്ങളിൽ നിന്ന് ഒന്നല്ല രണ്ടല്ല 6 തവണ ഒരു വട്ടം ഒരു സന്ദർഭത്തിൽ ളുഹർ ബാങ്ക് വിളിക്കുമ്പോൾ ഉദാഹരണം 6 തവണ പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തുടക്കത്തിൽ 4 തവണ, അവസാനം 2 തവണ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു വലിയവൻ എന്നാണോ? അല്ല. അള്ളാഹു ആണ് വലിയവൻ എന്ന് ആരെങ്കിലും അർത്ഥം പറഞ്ഞാൽ അത് തെറ്റാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവനാണ് എന്നല്ല. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്നാണ്. അക്ബർ, വലിയവൻ എന്നുള്ളത് കബീർ എന്ന അറബിയിൽ പറയാ, കബീർ. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ. അപ്പൊ നീ കച്ചവടത്തിലാണോ? ഈ കച്ചവടത്തെക്കാൾ വലുത് എനിക്ക് അള്ളയാണ്, അള്ള വിളിക്കുകയാണ് പള്ളിയിൽ നിന്ന്. നീ വീട്ടിലാണോ? ഈ വീടിനേക്കാൾ വലുത് എനിക്ക് അള്ളയാണ്, അല്ലാഹു അക്ബറുല്ലാഹ്. 6 വട്ടം പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമ്പോ, എന്നിട്ട് മുഅദ്ദിൻ ഇങ്ങനെ വിളിക്കും, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. വാ, വാടോ, നിസ്കാരത്തിലേക്ക് വാ, ഇതാണ് വിജയത്തിന്റെ വഴി, വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ പറയാൻ കഴിയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയാറില്ലേ നമ്മള്? അത് പറയണം. അത് പറഞ്ഞ നമ്മുടെ കാലങ്ങൾ ചലിക്കും. മനസ്സിൽ തട്ടി പറയണം, അല്ലാഹുവേ എനിക്കൊരു ശക്തിയുമില്ല, എനിക്കൊരു കഴിവുമില്ല, നീ തൗഫീഖ് നൽകണേ എന്നാണ് അതിന്റെ ആശയം. പള്ളിയിലേക്ക് നടക്കാൻ, ജമാഅത്തിലേക്ക് വരാൻ എനിക്കായിട്ടൊരു ശേഷിയുമില്ല റബ്ബേ. തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും നന്മയിൽ സഞ്ചരിക്കാനും എനിക്ക് സ്വന്തമായി കഴിവില്ല അല്ലാഹ്, നീ തരണമെന്നാണ് അതിന്റെ ആശയം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് 4 വട്ടം പറഞ്ഞാൽ, മനസ്സിൽ തട്ടി പറഞ്ഞാൽ നടക്കും അവൻ പള്ളിയിലേക്ക്.
അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ നിസ്കരിക്കാത്തവരുണ്ടായിക്കൂടാ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ പലരുടെയും ഭാര്യമാര് കൃത്യസമയത്ത് നിസ്കരിക്കുന്നുണ്ടോ? മക്കൾ വരുന്നുണ്ടോ പള്ളിയിൽ സുബഹിക്ക്? സുബഹിയാണല്ലോ. ഒരാളുടെ ഇസ്രായേലുകാരനായ ഒരാൾ പറഞ്ഞത് വായിച്ച് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ മുസ്ലിങ്ങളെ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന ആവേശം അവർ സുബഹി നമസ്കാരത്തിന് കാണിക്കാത്ത കാലത്തോളം നമ്മൾ അവരെ പേടിക്കേണ്ടതില്ല. സുബഹി നിസ്കാരത്തിനും വെള്ളിയാഴ്ച ജുമയുടെ ആവേശം വിശ്വാസികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. അത്രയും പ്രധാനപ്പെട്ടതാണ് സുബഹി നിസ്കാരം. ആ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ പ്രാധാന്യം ഫളായില് ആരെങ്കിലും വേണ്ടവണ്ണം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇശായിനെയും സംബന്ധിച്ച് പറഞ്ഞതാണ്, എങ്ങനെങ്കിലും നടക്കാൻ പറ്റാത്തവര് ഞെരങ്ങിയെങ്കിലും അവർ ആ ജമാഅത്തിന് വരുമായിരുന്നുവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രധാനപ്പെട്ട നിസ്കാരം. അപ്പൊ ഈ മിഅ്റാജിന്റെ സംഭവം അയവിറക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എല്ലാവരും. ഞാനും നിങ്ങളുമൊക്കെ നിസ്കാരം ഒരു ടേസ്റ്റി ആയിട്ടുള്ള സംഗതിയാണ്. ഇനിയിപ്പോൾ സമയമില്ല, അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. മറ്റൊരു കാര്യം കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ജുമുഅക്ക് ആളുകൾ പലരും വളരെ നേരം വൈകിയാണ് വരുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ പള്ളിയിൽ വരുന്നത്. ഇദാ സൈദൽ ഖതീബു അലൽ മിമ്പർ, ഖതീബ് മിമ്പറിൽ കയറിയ പിന്നെ വരുന്നവർക്കൊന്നും ആ ഖുതുബയുടെ ലിസ്റ്റിൽ, ജുമുഅയുടെ ലിസ്റ്റിൽ പേരില്ല എന്ന് എത്ര ആർക്കറിയാം? എത്ര ജുമുഅക്ക് പോയി പടച്ചവനെ പരലോകത്തെത്തുമ്പോൾ എൻ്റെ ജുമുഅ ഒന്നും കിട്ടിയിട്ടില്ലേ? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നേരത്തെ പള്ളിയിൽ വരണമെന്ന് പ്രത്യേകിച്ച് വൈകി വന്ന ആളുകളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, നിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ ഈ കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെയാണ്. മഹത്തുക്കൾ പറഞ്ഞതാ ഇതൊക്കെ. ചില ആളുകൾ കൂട്ടിലടക്കപ്പെട്ട കുടുങ്ങി ഏതായാലും കൂട്ടിൽ ആ വാതിലൊന്നുകൂടെ തുറന്നു കിട്ടിയാൽ മതി, ഇമാമ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കുക. നിസ്കാരം സലാം കെട്ടിയിട്ട് ഒരു 3 അസ്തഗ്ഫിറുല്ലാ, ആ സുബ്ഹാനല്ലാഹ് ഒന്ന് എടുത്തിട്ട് പടച്ചോനെ എൻ്റെ നിസ്കാരം ഒന്ന് സ്വീകരിക്കണമെന്ന് പറയാൻ പോലും സമയമില്ല. തിരക്കുള്ള ആളുകൾക്ക് പോകാട്ടോ, അത് വേറെ വിഷയം. അല്ല വിലക്കിയിട്ടൊന്നുമില്ല. അത്ര അർജന്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് പറയണ്ടേ, അല്ലാഹുവേ റബ്ബനാ, ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കഅബാ മന്ദിരം പണിതുയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹു അത് സ്വീകരിക്കണേ. മിനിമം അതെങ്കിലും പറയണം നമ്മൾ. ആ ദിക്റും തസ്ബീഹും ഒക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കൈ ഉയർത്തിയിട്ട്, അല്ലാഹ് എൻ്റെ ജുമുഅ നീ സ്വീകരിക്കണേ, നന്മയുടെ ഏട്ടിൽ രേഖപ്പെടുത്തണേ എന്നെങ്കിലും കുറച്ചു നേരം പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെയാകല്ലേ, വെള്ളത്തിൽ നിന്ന് ചാടി പുറത്താക്കപ്പെട്ട മത്സ്യങ്ങളെ പോലെയാകണം, മീനുകളെ പോലെയാകണം. മീനുകളെ വെള്ളത്തിൽ നിങ്ങൾ പുറത്ത് പിടിച്ചിട്ട് നോക്ക്, അതിങ്ങനെ കിടന്ന് പെടയും വെള്ളത്തിലേക്ക് എത്താൻ എന്ന പോലെയാകണം. പള്ളിയിൽ പോയാൽ പള്ളിയിലേക്ക് എത്താനുള്ള ഒരു ഈമാനികമായ ആവേശം നമുക്ക് ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ നമുക്ക് നൽകപ്പെട്ട സമ്മാനം ഒരിക്കലും കൈവിടാതെ ആ സമ്മാനത്തെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തുന്ന മുഅ്മിനീങ്ങളിൽ, വിജയികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.